ഹായ്, ഐ ആം ഷഹീൻ. ചീരിയോ 7 അതുപോലെ തന്നെ ഈ നായത്ത് ബാൻഡ് എന്നുള്ള 2 ബാൻഡിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്. ചെറുചിത്രത്തിന്റെ ടീസർ ലോഞ്ചിന് വേണ്ടി അതിന്റെ ഡയറക്ടർ ഷെയ്ൻ എടത്തറയെയും ടീമിനെയും ക്ഷണിക്കുന്നു. അത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ കുട്ടിപ്പട്ടുമാലിൻ്റെ ടീംസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാലമോടിപ്പോയി മറന്നിന്നാലും മറക്കുമോ പ്രേമരാഗമീ ജന്മം. ഹായ്, ഐ ആം ഷഹീൻ എടത്തറ. അങ്ങനെ വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനിവിടെ IMSൽ ലോജിസ്റ്റിക്സ് പഠിക്കണം. ഏകദേശം തീരാറായി, 1 മന്ത് കൂടിയുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മ്യൂസിക് തന്നെ ആയിരിക്കും. ഞാൻ 2 ബാൻഡിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ചീരിയോ 7 അതുപോലെ തന്നെ ഈ നായത്ത് ബാൻഡ് എന്നുള്ള 2 ബാൻഡിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് റോൾ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലോകം. ഇതിൽ ഒന്നുകൂടി ബെറ്റർ ആവണം. ഒരുപാട് വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യണം. നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം പാട്ട് എന്ന് പാടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള അഫ്സലിക്ക അന്ന കാലത്ത് എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ഐസ കദീസ പാത്തുമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ഐസ കദീസ പാത്തുമ്മ കദീസുമ കദീസുമ ഉന്തല്ലിയും തള്ളല്ലിയും പന്തൽ പൊളിഞ്ഞാടും. അപ്പോൾ ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റിലേറ്റീവ്സിൻ്റെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തീരെ ചെറുതാണല്ലോ, ആ സമയത്ത് ഇങ്ങനെ പാടും. അപ്പോൾ അങ്ങനെ ചെറിയ ഒരു പാട്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ഞാനൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ ചെയ്യണത് ഞാൻ മദ്രസയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാടെ അനിയനായിട്ടുള്ള ഫസിൽ മാസ്റ്റർ, അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ. പുള്ളി ഫസ്റ്റായിട്ട് എനിക്ക് പഠിപ്പിച്ചെന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറബി സോങ് ആയിരുന്നു. റസൂലൻ അമീന ദലീലം മുബീന അതാനാ ബിത്വീബ ബശീറൻ മുജീബ. അത് നല്ലൊരു പാട്ടായിരുന്നു. അതുമായിരുന്നു എൻ്റെ ഫസ്റ്റ് തുടക്കം. പിന്നെ അങ്ങനെ സ്കൂളിലും മദ്രസയിലൊക്കെ സാഹിത്യോത്സവം, കലോത്സവം, ജില്ലകളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ അച്ചീവ്മെൻറ്റ്സ്. 7th സ്റ്റാൻഡേർഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഉപ്പാടെ അനിയൻ എളാപ്പ. പുള്ളി അറബിക് അധ്യാപകനാണ്. പുള്ളിയുടെ ഒരു ഈ അറബി അധ്യാപകരുടെ ഈ സമ്മേളനം വന്നു. ആ സമയത്ത് നമുക്കൊരു അന്നാണ് ആദ്യമായിട്ട് ഒരു ഫുൾ ഓർക്കസ്ട്ര കണ്ടിട്ടുള്ള ഒരു സ്റ്റേജ് ഞാൻ കാണുന്നത്. അവിടെ നമുക്ക് പാടാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് അഴകുള്ള ഫാത്തിമ എന്നുള്ള പാട്ട് പാടി. അത് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ കുട്ടിപ്പട്ടുമാലിൻ്റെ ടീംസ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓഡീഷന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അഭാഗ്യവശാൽ അത് നടന്നില്ല. എൻ്റെ +2 ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അന്നൊന്നും റീല് വന്നിട്ടില്ല, പോസ്റ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് അഫ്ലൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് ഞാനും കൂടിയിട്ട് ആദ്യമായിട്ടൊരു പാട്ട് പാടിയിട്ടു ഫസ്റ്റ് ടൈം. അത് 2019 18 ഞാനും അഫ്സലും കൂടിയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ട് ഇൻസ്റ്റഗ്രാമിൽ റീലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീല് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടി. ആ പാട്ട് ഇതായിരുന്നു. കാലമോടിപ്പോയി മറന്നിന്നാലും മറക്കുമോ പ്രേമരാഗമീ ജന്മം താരകളെ പോലെ ദൂരത്തെന്നാലും സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. അതായിരുന്നു ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു 11K വ്യൂസ് ഉള്ള ഫസ്റ്റ് വീഡിയോ. അത് സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു സർക്കിളിലൊന്നും അത്ര വ്യൂസ് ഉള്ള വീഡിയോ അന്ന് വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അഫ്സലും കൂടിയിട്ട് ഇങ്ങനെ പാട്ടുകൾ ഇടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അഫ്ലൽ എന്നെ ഫസ്റ്റ് ടൈം ഇനായത്ത് ബാൻഡിൻ്റെ ഒരു ഓഡീഷന് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇനായത്ത് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡിലെ ഓഡീഷന് പോയി, സെലക്ഷൻ കിട്ടി. പ്രോഗ്രാംസ് 2020 ഞാൻ ഇനായത്ത് ബാൻഡിൽ ജോയിൻ ചെയ്യുന്നത്. അത് ചെറുപ്പശ്ശേരിയിലുള്ള ഒരു ഐഡിയൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു സെലക്ഷൻ. അങ്ങനെ അലി, ലാസിം എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബാൻഡിൽ ജോയിൻ ചെയ്തു. ഇപ്പം ഇന്ന് 2024
ഏകദേശം 500+ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം ഹാപ്പിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോളേജ് പ്രോഗ്രാംസ് ആണെങ്കിലും ഇനാഗുറേഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കല്യാണമാണ്. കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനായത്ത് ബാൻഡ് ഒരു മലബാർ ട്രഡീഷൻ മാപ്പിള സോങ്സിൻ്റെ ഒരു ട്രൂപ്പായിരുന്നു. അതായത് ആദ്യം ഒരു തുടങ്ങിയ സമയത്തൊക്കെ ഈ പഴയ മാപ്പിളപ്പാട്ടുകൾ മാത്രം ചെയിനാക്കിയിട്ടുള്ള സോങ്സുകൾ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ബാൻഡുകളുണ്ട്. ഇപ്പോൾ കൈമുട്ടിപ്പാട്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഡ്രംസും സ്നില്ലും വെച്ച് ചെയ്യുന്ന ഒരുപാട് ബാൻഡുകളുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമാ പാട്ടുകളും അതുപോലെ തന്നെ എല്ലാതരം പാട്ടുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്ത ആളുകൾ പാടാറുണ്ട്, അതായത് ബാൻഡുകൾ പാടാറുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ ഇനായത്ത് ബാൻഡിൽ ഭയങ്കര ഹാപ്പി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അതായത് ഞാൻ UG പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് +2 മാർക്ക് വളരെ കുറവായിരുന്നു, 55% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കോളേജിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കോളേജിൽ ഞാൻ പഠിച്ചത് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുറമണ്ണൂർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ മജ്ലിസ് കോളേജിന് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ എത്തിയിട്ടാണ് ഞാൻ സ്റ്റീരിയോ 7 എന്ന് പറഞ്ഞ ഒരു പുതിയ ബാൻഡിലേക്ക് ആഡ് ആവുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏത് സ്റ്റേജ് പ്രോഗ്രാംസ് എനിക്ക് കിട്ടിയാലും ഒട്ടുമിക്ക കോളേജുകളിൽ പ്രോഗ്രാംസ് കിട്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന പാട്ട് ഇതായിരിക്കും. ഞാൻ ആദ്യം ഇങ്ങനെ റാമ്പോളൊക്കെ ചെന്ന് നിന്നിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന പാട്ട് ഇതായിരിക്കും. കാരണം എനിക്ക് ഉറപ്പാണ് ഈ പാട്ട് പാടിയാൽ എന്തായാലും കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പാടിത്തരാം. തരും കാടല്ലേ വേണ്ട ഓ തണ്ണീർ തരും കടൽകൾ വേണ്ട നാനും ഉറങ്ങവേ ഭൂമി വേണ്ട தேவை எதுவும் தேவையில்லை தேவை இல்லை ദേവതയേ. സ്വാഭാവികമായിട്ട് ഈ പാട്ടിൻ്റെ അടുത്ത വരി പാടുമ്പോൾ ഓഡിയൻസ് എന്തായാലും കൂടെ പാടും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പണ്ട് തൊട്ടേ ചെറിയൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ജസ്റ്റ് ഓരോ ഓൾറെഡി ഉള്ള വീഡിയോസ് ആയിരിക്കും, അത് നമ്മളതായ രീതിയിൽ നമ്മൾ ഇങ്ങനെ ആക്ട് ചെയ്ത് നമ്മൾ റീലൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അതിനോടൊരു ചെറിയ രീതിയിലുള്ള ഇഷ്ടങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈമായിട്ട് സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിൽ തന്നെ മൾട്ടിമീഡിയയിൽ പഠിക്കണ സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്ത് എന്നെ സമീപിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ഇതിലൊരു നെഗറ്റീവ് റോളുണ്ട്. അന്ന് കോളേജിലും പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കുറച്ച് അങ്ങനത്തെ ഒരു ലുക്കിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അഹമ്മദ് എന്നായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ പേര്, AHMED അഹമ്മദ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു 80K 90K ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നു ആ ഷോർട്ട് ഫിലിം. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് എനിക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ടേ പോരാൻ പറ്റുള്ളൂ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരുപാട് നമ്മളെ ഫീൽഡ് മ്യൂസിക്കൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ ആലോചിക്കും, ഒരു ആൽബം ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കോളേജ് മൾട്ടിമീഡിയ, മാസ് മീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രാഫിക് ഡിസൈൻ ഒക്കെ പല ഈ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുള്ള കോളേജാണ്. പക്ഷേ ഞാൻ BA ഫംഗ്ഷൻ ഇംഗ്ലീഷാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് സഹായത്തിന് എന്തായാലും കോളേജും കൂടെ ഉണ്ടാവും, എൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സ്റ്റോറി എൻ്റെ മനസ്സിലേക്ക് വരും, ഞാനത് എഴുതും. അങ്ങനെ എഡിറ്ററിനോടും വിഷ്വൽ എടുക്കാൻ വേണ്ടി ഷമീം, നോമാൻ, എഡിറ്റർ റാക്സ്ബി, അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ കോളേജ് ഡയറക്ടറായിട്ടുള്ള നൗഷാദ് സാറിനെ സമീപിച്ച് കഥ പറയും ഒക്കെ ചെയ്ത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നൈറ്റ് ഷൂട്ട് വേണമായിരുന്നു. കാരണം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നൈറ്റ് ഷൂട്ടിന് ഇതുവരെ മജ്ലിസിൽ എന്ത് ചെയ്തിട്ടില്ല, പെർമിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നൈറ്റ് എക്സ്പീരിയൻസ് ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും പറയാം, എൻ്റെ ഷോർട്ട് ഫിലിമാണ് ഫസ്റ്റ് ടൈം മജ്ലിസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നൈറ്റ് ഒരു 2:30-3 മണി വരെ പെർമിഷൻ തന്നിട്ടുള്ള ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ എനിക്ക് വേണ്ട പോലെ, അതായത് ഞാൻ ഉദ്ദേശിച്ച അത്ര റീച്ച് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഒരു ത്രെഡ് മനസ്സിൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളിലേക്കാണ് അത് എത്തിക്കും. അതെനിക്ക് നല്ല ഹോപ്പുണ്ട്. അതൊരു ഷോർട്ട് ഫിലിമൊന്നുമല്ല, ഒരു മേ ബി ഒരു ഇൻസ്റ്റഗ്രാം കണ്ടൻ്റ് ആയിരിക്കും. പക്ഷേ അതെനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കും, ഷുവർ. ഡ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട്, അതായത് എനിക്ക് ആകെ 22 വയസ്സായിട്ടുള്ളൂ. കണ്ട ഒരു 10-30 പ്രായം തോന്നുമെങ്കിലും എനിക്ക് ശരിക്കും 22 വയസ്സായിട്ടുള്ളൂ. അത് അധികം സിൻസിയറായിട്ട് പറയാം, 22 വയസ്സായിട്ടുള്ളൂ. അതിനിപ്പോൾ എനിക്കെൻ്റെ ഈ പ്രായം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കഴിവ് പോലെ ഞാൻ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല, അതിലപ്പുറം ഒരു 10,000 ആളുകൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ള ഈ ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ, മ്യൂസിക് ഒരു മൂഡാണ്. നമ്മൾ ഏത് മൂഡുക്കും അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.